ഹലോ കൂട്ടുകാരെ, 9 7 ഭാഗത്തിലേക്ക് സ്വാഗതം. എന്നാലും ഇങ്ങോട്ട് വരാൻ പറഞ്ഞത് എന്തുകൊണ്ടാകുമെന്ന് ഒരു നിശ്ചയവുമില്ല. സൂസൻ്റെ ഉള്ളിൽ അങ്ങനെയൊരു സംശയം നുരഞ്ഞു പൊങ്ങി. നീളത്തിലുള്ള ഓട്ടോമാറ്റിക് ഗ്ലാസ് ഡോർ കടന്നു നയന പോകുന്നത് ദൂരെ മറഞ്ഞു നിന്ന് സൂസൻ കണ്ടു. നയന സൂസനെ വീണ്ടും കണ്ടാൽ അവൾ കഷ്ടപ്പെട്ട് പറഞ്ഞു പിടിപ്പിച്ച ധൈര്യത്തെ ഇല്ലാതാക്കി തിരികെ ഓടി വരാൻ നയനയെ പ്രേരിപ്പിക്കുമോ എന്നവൾ ആശങ്കപ്പെട്ടു. നയന വലിയ ക്ലാസ് ഹാളിലെത്തി. തല കറങ്ങുന്നത് പോലെ തോന്നിയതും ചുറ്റുമൊന്നും നോക്കാതെ നെറ്റിയിൽ കൈവച്ചു അവൾ തല താഴ്ത്തി. തൻ്റെ ക്യാബിനുള്ളിലിരുന്നു പേഴ്സണൽ ലാപ്പിലേക്ക് ഉറ്റുനോക്കി തിളങ്ങുന്ന ആ കുഞ്ഞു കണ്ണുകൾ നീട്ടി ഒരുത്തനിരിപ്പുണ്ട്. പുഞ്ചിരി വിടർന്ന ആ ചുണ്ടിലേക്ക് ചൂട് കോഫി കുടിക്കും മുമ്പേ ഒന്ന് ഊതി കുടിച്ചു. അവളുടെ ആ വെപ്രാളവും തലതാഴ്ത്തി നിൽപ്പും ഏറ്റവും അടുത്തെന്നോണം കണ്ടാസ്വദിക്കുവാൻ അവന് കൊതി തോന്നി. നയനയുടെ കയ്യിലെ ഫോൺ റിങ് ചെയ്തതും ഒരു ഞെട്ടലോടെ അവൾ ആ ഫോൺ ഉയർത്തി പിടിച്ചു നോക്കി. അമ്മച്ചി. ഉള്ളിലെ സംഘർഷം ഒതുക്കി പിടിച്ചു അവൾ ആ ഫോൺ കാതോരം വെച്ചു. കൊച്ചേ, ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജായി. ഞങ്ങളിന്ന് വീട്ടിലെത്തി. അമ്മച്ചിയുടെ വാക്കുകളിൽ ഉത്സാഹമാണ്. കുഞ്ഞുമോൾക്ക് എങ്ങനെയുണ്ട് അമ്മച്ചി? നിറഞ്ഞൊഴുകുന്ന മിഴികളിൽ പുഞ്ചിരിക്കുന്ന മുഖം. കുഴപ്പമൊന്നുമില്ല കൊച്ചേ. അപ്പച്ചനെന്തിയെ? വീട് അങ്ങനെ അടച്ചു കിടക്കുമായിരുന്നില്ലേ? ഇവിടെ ഒരു ചായപ്പൊടി പോലും ഇല്ല. അപ്പച്ചൻ കുറച്ച് സാധനങ്ങൾ വാങ്ങാൻ കടയിൽ പോയിരിക്കുക. മറുപടിയായി അവളൊന്ന് മൂളി. ഡോക്ടർ എന്തു പറഞ്ഞു അമ്മച്ചി? 2 മാസം അവൾക്ക് റെസ്റ്റ് പറഞ്ഞിട്ടുണ്ട്. മരുന്ന് കഴിക്കണം. മാസാമാസം ചെക്കപ്പിനും പോകണമെന്ന ഡോക്ടർ പറഞ്ഞത്. എന്നാലും എൻ്റെ കൊച്ചേ, അമ്മച്ചിക്ക് ഇതൊക്കെ സ്വപ്നമായാണ് തോന്നുന്നത്. നമ്മുടെ കുഞ്ഞുമോളുടെ ഓപ്പറേഷന് കൃത്യസമയത്ത് പണം നൽകി സഹായിച്ച ആ നല്ല മനുഷ്യനോട് എൻ്റെ മകൾ നന്ദി പറയണം. ഈ അമ്മച്ചിയുടെയും അപ്പച്ചൻ്റെയും പ്രാർത്ഥന എന്നും മനുഷ്യനുണ്ടാകുമെന്ന് എൻ്റെ മോള് പറയണം. പറയില്ലേ? ഒരു നിമിഷം നിർത്തിക്കൊണ്ട് ത്രേസ്യ തിരക്കി. പറയാം അമ്മച്ചി. കരച്ചിലിൻ്റെ വക്കോളം എത്തിയിരുന്നു നയന. അത് അമ്മച്ചി മനസ്സിലാക്കുമെന്ന് ഭയന്ന് ഞാൻ പിന്നെ വിളിക്കാമെന്നും പറഞ്ഞവൾ വേഗം ഫോൺ കട്ട് ചെയ്തു. കുഞ്ഞുമോളുടെ രക്ഷകനായി വന്നവൾ പിശാചാണെന്ന് ആ പാവങ്ങൾ അറിയുന്നില്ല. ചേച്ചിയുടെ ശരീരത്തിൻ്റെ വിലയാണ് അനിയത്തിയുടെ ജീവൻ നിലനിർത്തിയത്. നെഞ്ചം വിങ്ങി വിങ്ങി അതിപ്പോൾ പൊട്ടുമെന്നായി. ആ വലിയ ഹാളിൻ്റെ ഒത്ത നടുക്ക് അവൾ ഒറ്റയ്ക്ക് തല കുമ്പിട്ട് നിന്നു. എക്സ്ക്യൂസ് മീ, ആരാ? എന്ത് വേണം? മുഴക്കമുള്ളൊരു ശബ്ദം കേട്ടതും അവൾ തല ഉയർത്തി നോക്കി. കട്ടിയുള്ള പുരികക്കൊടികൾ ഉയർത്തി 40നോടടുത്ത് പ്രായമുള്ള ഒരാൾ നയനയെ തന്നെ നോക്കി നിൽക്കുന്നു. ഞാൻ സാർ അർജുൻ സാറിനെ കാണാൻ വന്നതാ, അവൾ അയാളെ നോക്കാതെ പറഞ്ഞു. അയാൾ ചെവിയിൽ കുത്തിവെച്ച ഹെഡ്സെറ്റിൽ കൈവച്ച് ആരോ എന്തോ പറയുന്നത് ശ്രദ്ധിക്കും കണക്കെ നിന്നു. അതോടെ നയനയുടെ പറഞ്ഞൊപ്പിക്കലും നിന്നു. എടോ, ചോദിച്ചു വട്ടം കറക്കാതെ ആ പെൺകുട്ടി അങ്ങോട്ട് പറഞ്ഞുവിട്. അർജുൻ്റെ ആജ്ഞ കേട്ട് അനുസരണയോടെ നിൽക്കുന്ന അയാളുടെ ശരീരഭാഷയിൽ തന്നെ ആ വിധേയത്വം വ്യക്തമായിരുന്നു. ഓക്കെ സാർ. അവിടെ നിന്ന ഫീമെയിൽ സ്റ്റാഫിൻ്റെ കൂടെ നയനയെ പറഞ്ഞുവിട്ട് അയാൾ നേരെ സ്വന്തം ക്യാബിനിൽ പോയിരുന്നു. കിളി പോലത്തെ ഒരുത്തി പോയിട്ടുണ്ട് മേലോട്ട്. ഇതിനൊക്കെ എവിടെ നിന്ന് പെറുക്കിക്കൊണ്ടുവരുന്നോ എന്തോ, അയാൾ ഫയൽ ഏൽപ്പിക്കാൻ വന്ന സഹപ്രവർത്തകയോട് അസൂയയോടെ പറഞ്ഞു. എൻ്റെ പൊന്നു സാറേ, എനിക്കൊന്നും കേൾക്കണ്ട. ഞാനിവിടെ എങ്ങനെയെങ്കിലും ജോലി ചെയ്ത് പോയിക്കോട്ടെ. ഇനി ഞാൻ എന്തെങ്കിലും പറഞ്ഞ് അതാ മഹാൻ്റെ ചെവിയിലെത്തിയാൽ തീർന്നു. ആ പെൺകുട്ടി കൈകൂപ്പി നിന്ന് അവിടെ വെച്ച് മറ്റൊരു ഫയലെടുത്തു. ആ, അത് നേരാ. ഈ ചുമരുകൾ വരെ അവൻ്റെ കാതാ. ലോകം അവന് മാത്രമെന്നാ വിചാരം. അയാൾ ചുണ്ടൊന്നു കൂട്ടി മുഷ്ടി ചുരുട്ടി. ആ സമയം തനിക്ക് മുമ്പിൽ നടക്കുന്ന പെൺകുട്ടിക്കൊപ്പം നടന്നെത്താൻ പാടുപെട്ട് ഒരുവൾ. ഒലിവ് ഷർട്ടും വൈറ്റ് ജീൻസ് പാൻറ്റുമാണ് അവളുടെ വസ്ത്രം. അവൾ
അവർ ലിഫ്റ്റിൽ വന്നിറങ്ങിയ ഫ്ലോറിലേക്ക് അവളൊന്ന് കണ്ണോടിച്ചു. വിവിധ തരത്തിലുള്ള വസ്ത്രങ്ങൾ ധരിച്ച മോഡലുകളുടെ ഫോട്ടോകൾ ഒട്ടിച്ചു വെച്ചിട്ടുണ്ട്. അറോഷ് ഫാഷൻ വസ്ത്രം അണിഞ്ഞ മാൻക്വീൻ നിരനിരയായി നിരത്തി വെച്ചിരിക്കുന്നു. പുതു വസ്ത്രത്തിൻ്റെ മനം മയക്കും ഗന്ധം അവിടമാകെ പരന്നിട്ടുണ്ട്. മാഡം, സാറുണ്ടകത്ത്, കയറി കണ്ടോളൂ. പെൺകുട്ടി ആ ഗ്ലാസ് ഡോറിൽ ഒന്ന് നോക്ക് ചെയ്തു അകത്തേക്ക് കയറി അനുവാദം ചോദിച്ച് തിരികെ വന്നുകൊണ്ട് പറഞ്ഞു. എന്നാൽ ആ ക്യാബിനകത്തേക്ക് റിവോൾവിംഗ് ചെയറിലിരിക്കുന്നവൻ്റെ നെഞ്ചം കുറച്ചു മുമ്പ് നടത്തിയ മിന്നൽ പ്രകടനത്തിൻ്റെ തീരാ കിതപ്പിലായിരുന്നു. ചൂട് കോഫി പാതി കുടിച്ചു. വാഷ്റൂമിൽ പോയി ബ്രഷ് ചെയ്തു മൗത്ത് വാഷ് കൊണ്ട് വായും കുപ്പിളിച്ച് തുപ്പിയാണ് ഇറങ്ങിയത്. എന്തോ മുൻപുണ്ടാവാത്തൊരു അങ്കലാപ്പ് അവൻ്റെ ഉള്ളിൽ തോന്നി. കൈവെള്ളയിലേക്ക് ആഞ്ഞൊന്ന് ശ്വാസം വിട്ട് സുഗന്ധമുള്ള ശ്വാസമാണ് തനിക്കെന്ന് ഉറപ്പുവരുത്തി. മുറിയാകെ റൂം ഫ്രഷ്നർ സ്പ്രേ ചെയ്ത് ഷർട്ടും പാൻറ്റും ചുളുക്ക് നിവർത്തി കസേരയിലേക്ക് ചാടി അങ്ങോട്ട് ഇരുന്നതും സ്റ്റാഫ് പെൺകുട്ടി വന്ന് ഡോർ തട്ടിയിരുന്നേ. പെൺകുട്ടി സ്റ്റെയർ ഇറങ്ങിപ്പോയതും മുന്നോട്ട് ഇനി എന്തെന്ന പകപ്പിൽ നയന നിന്നു. മുന്നോട്ട് ചൂട് വെക്കാനല്ല, തിരിഞ്ഞോടാനാണ് മനസ്സ് പറയുന്നത്. പക്ഷേ രക്ഷ വിദൂരമാണ്. കാവലിനാരുമില്ല. ആരോടും രക്ഷക്കായി മുറവിളി കൂട്ടാനുമില്ല. തൻ്റെ വഴി അറിഞ്ഞുകൊണ്ടോ അറിയാതെയോ താൻ തിരഞ്ഞെടുത്ത വഴി. വിറക്കുന്ന കരങ്ങൾ നീട്ടി അവൾ ആ ഗ്ലാസ് ഡോർ തുറന്നു. അവളുടെ നാസികയെ വശീകരിക്കും വിധം ഒരു നേരിയ സുഗന്ധം ആ മുറിക്കുള്ളിൽ നിറഞ്ഞു നിന്നു. അത്യാഡംബരത്തിൻ്റെ പ്രതീകമായൊരു ഓഫീസ് റൂം. നയന അങ്ങനെയുള്ള കാഴ്ചകൾ സിനിമയിലും വീഡിയോകളിലും പിന്നെ ഗൂഗിൾ ഇമേജിലൊക്കെ കണ്ടിട്ടുള്ളൂ. അവൾ വാതിൽ കടന്ന് വരുന്നവരെ വാ പൊളിച്ച് വിസ്മയിക്കുന്ന കണ്ണുകളോടെ ആ ഡോറിലേക്ക് മിഴിനീട്ടി നിന്നവൻ അവൾ വരുന്നുണ്ടെന്നറിഞ്ഞതും ലാപ്പിൽ എന്തോ തിരക്കിട്ട ജോലിയിൽ മുഴുകുന്ന പോലെ കാണിച്ചു ആ നാട്യക്കാരൻ. അവൾ പതുക്കെ മുന്നോട്ട് നടന്നു വന്നു അവൻ്റെ ഡെസ്കിനരികിൽ നിന്നു. മൗനമായി തല താഴ്ത്തിയ നിൽപ്പ് എത്ര വേണമെങ്കിലും തുടരാൻ അവൾക്ക് ആകും. അർജുൻ സ്ക്രീനിൽ നിന്ന് കണ്ണു മാറ്റി ആ തലകൊമ്പിട്ട് നിൽക്കുന്നവളെ ഒളികണ്ണാലൊന്ന് നോക്കി. എന്തൊരഴകാണ് അവൾക്ക്! തിങ്ങി നിറഞ്ഞ കട്ടിയുള്ള കൺപീലികൾ തിളങ്ങുന്നുണ്ടെന്ന് തോന്നിപ്പോകും. കടിച്ചമർത്തി പിടിച്ചു നിൽക്കുന്ന ആ പവിഴച്ചുണ്ടികളിൽ നിന്ന് രുധിരം പൊഴിയുന്നുണ്ടെന്നും തോന്നിപ്പോകും. അവൻ്റെ ഹൃദയത്തെ ഒറ്റ നോട്ടത്തിൽ കീഴടക്കിയ രൂപമാണ് വെണ്ണക്കൽ പ്രതിമ പോൽ തനിക്ക് മുമ്പിൽ അങ്ങനെ തലകൊമ്പിട്ട് നിൽക്കുന്നത്. ഏത് വസ്ത്രവും ചേരുന്നൊരു അങ്കലാവണ്യം. അല്ല, ആരിത്? നമ്മുടെ കോശച്ചാൻ്റെ മോൾ നയനയല്ലയോ? ഞെട്ടിപ്പൊടിഞ്ഞു അവൾ മിഴികൾ മാത്രം ഉയർത്തി അവനെ നോക്കി. അവൻ പല്ല് മൊത്തം വെളിയിൽ കാണിച്ച് ചിരിച്ചുകൊണ്ട് അവളെ നോക്കിയിരിക്കുകയാണ്. കൃത്യനിഷ്ഠയുടെ കാര്യത്തിൽ നയന എന്നെ രണ്ടാമത്തെ തവണയാണ് ആശ്ചര്യപ്പെടുത്തുന്നത്. ഇരിക്ക്. അവൻ്റെ മുമ്പിലുള്ള കസേരയിലേക്ക് വിരൽ നിവർത്തി കൈനീട്ടി അർജുൻ പറഞ്ഞു. അവൾ അനക്കമില്ലാതെ നിൽക്കുന്നത് കണ്ട് അവൻ എഴുന്നേറ്റ് അവൾക്കരികിൽ വന്നു പിറകിൽ നിന്ന് ചുമൽ പിടിച്ചിരുത്തി. അവൾ ഞെട്ടിപ്പിടഞ്ഞു അവനെ നോക്കി. എടോ, താനിങ്ങനെ ഓരോ മിനിറ്റ് കൂടുമ്പോൾ ഞെട്ടാൻ നിന്നാലേ എങ്ങനെയാ? ശാന്തമായി എന്നാൽ ദൃഢതയോടെ അർജുൻ അവളെ കസേരയിൽ ഇരുത്തി. തൻ്റെ കുഞ്ഞുമോൾക്ക് ഇപ്പം എങ്ങനെ ഉണ്ടടോ? അവൻ ഡെസ്കിന്മേൽ ഒരു കാൽ മാത്രം കയറ്റി വെച്ച് അവൾക്ക് മുമ്പിൽ ഇരുന്നു. കുഞ്ഞുമോളുടെ സർജറിയൊക്കെ കഴിഞ്ഞു, ഡിസ്ചാർജ് ചെയ്തു വീട്ടിലെത്തിയിട്ടുണ്ട്. അവൾ അവനെ ഭീതിയോടെ നോക്കിക്കൊണ്ട് പറഞ്ഞു. ആഹാ, ഇത്രയും സന്തോഷമുള്ള വാർത്ത മനസ്സിലുണ്ടായിട്ടാണോ ഒന്നും മിണ്ടാതെ ഇവിടെ ഇങ്ങനെ നിന്നത്? അർജുൻ അവളുടെ വാക്കുകൾ ശ്രവിച്ചു തന്നെ ഇരിപ്പുണ്ട്. അവളുടെ ഉള്ളിലെ സന്തോഷം ഒരു തരിയെങ്കിലും മുഖത്ത് പ്രകടമാണ്. അമ്മച്ചി പറയാൻ വന്നത് മുഴുമിപ്പിക്കും മുമ്പേ അവളുടെ അധരങ്ങൾ വിറകൊണ്ടു. ആ അമ്മച്ചി. വാക്കുകൾ പുറത്തേക്ക് വരുന്നില്ലെന്ന് കണ്ടതും അർജുൻ അവളുടെ വായിൻ്റെ അടുത്തേക്ക് ചെവി വെച്ചു ചോദിച്ചു. അമ്മച്ചി സാറിനോട് നന്ദി പറയാൻ പറഞ്ഞിട്ടുണ്ട്. അവൾ അവൻ്റെ കാതോരം തന്നെ ഉറക്കെ പറഞ്ഞു. നന്ദി അമ്മച്ചിക്ക് മാത്രമുള്ളോ? തനിക്കില്ലേ?
ആ മാത്രയിൽ തന്നെ അവൻ ആ മുഖം അവളുടെ അടുത്തേക്ക് അടുപ്പിച്ചു. അവൻ്റെ കുഞ്ഞു നക്ഷത്രമിഴികൾ അവളുടെ വിടർന്ന മിഴികളിൽ കോർത്തു നിന്ന പോലെ, ഇരു കൺപീലികൾ ചേർന്ന് വാരിപ്പുണർന്ന പോലെ അത്രമേലടുത്ത്. അവളുടെ ഉയർന്ന് പൊങ്ങുന്ന നെഞ്ചിടിപ്പ് അവൻ്റെ നെഞ്ചിലേക്ക് അമർന്നു. അവൻ അവളുടെ കഴുത്തിലേക്ക് മുഖം ചേർത്തുകൊണ്ട് ഒരു മർമ്മരം പോലെ നേർത്ത ശബ്ദത്തിൽ ചോദിച്ചു, "പറയടോ, തനിക്കെന്നോട് നന്ദി പറയാനില്ലേ?" അവൻ്റെ മൂക്കിൻ്റെ അറ്റം കഴുത്തിൽ സ്പർശിച്ചതും ദേഹം ഒന്ന് കുളിർന്നു. അവൾ ചാടി എഴുന്നേൽക്കാൻ ശ്രമിച്ചു. പക്ഷേ നിഷ്ഫലമായിപ്പോയി. "സാർ, എൻ്റെ കുഞ്ഞുമോളെ രക്ഷിച്ചു. ഞാനും എൻ്റെ കുടുംബവും എന്നും നിങ്ങളോട് കടപ്പെട്ടിരിക്കും." എങ്ങനെയാണ് അവൾ അത്രയും പറഞ്ഞു തീർത്തതെന്ന് ഓർക്കാൻ കൂടി വയ്യ. നന്ദി കാണിക്കാനോ നന്ദി പറയാനോ അറിയാഞ്ഞിട്ടല്ല. ഈ ഒരവസ്ഥ, അതിൽ നിന്ന് ഉയരുന്ന സമ്മർദ്ദം, അസ്വസ്ഥത, അതൊന്നും കൂടാതെ മുൻപിൽ നിൽക്കുന്നവൻ്റെ മുഖഭാവം എപ്പോൾ മാറുമെന്നറിയാത്തതിൻ്റെ ആശങ്ക. നന്ദി എനിക്ക് വാക്കുകളിൽ വേണ്ട നയന, പ്രവൃത്തികളിൽ മതി. തൻ്റെ ഈ കാമനീയമായ ശരീരം അതിന് മതിയായതാണ്. പറയുന്നതിനൊപ്പം അവൻ ഒന്നുകൂടെ ആ കുഞ്ഞു ശരീരത്തിൽ അമർന്നിരുന്നു. പെട്ടെന്ന് ആ ഓഫീസിൻ്റെ ഡോർ തുറക്കുന്ന ശബ്ദം കേട്ടതും കസേരയിൽ ഒതുങ്ങിപ്പോയ നിശ്ചലമായ ആ ദേഹത്തിൽ നിന്നും അവൻ ചാടി എഴുന്നേറ്റ് പിറകിലേക്ക് 2 അടി വെച്ചു. ഗ്രൗണ്ട് ഫ്ലോറിൽ നിന്ന് നയന അർജുനെ തിരക്കിയ ആളാണ് അവിടെ എത്തിയത്. അയാളുടെ ഉന്തിയ വയറിന് മുകളിൽ ബെൽറ്റ് നിൽക്കാത്തത് ഒന്നുകൂടെ പാൻറ് വലിച്ചു കയറ്റി ആ മാനേജർ പകച്ചു നിൽക്കുന്ന അർജുൻ്റെ അടുത്തേക്ക് വന്നു. ഒരു ഓഫീസിലേക്ക് കയറി ചെല്ലുമ്പോൾ കാണിക്കേണ്ട മാനേഴ്സ് ഇതാണോടോ ഫൂൾ? താൻ എത്ര കാലമായി ഈ ഫീൽഡിൽ? അർജുൻ അയാളോട് ആക്രോശിച്ചു. "സോറി സാർ, ഞാൻ വേറെ എന്തോ ഓർത്തുകൊണ്ട് അറിയാതെ ശ്രദ്ധിക്കാതെ." അയാൾ എന്തൊക്കെയോ ന്യായം നിരത്തുന്നുണ്ട്. എന്നാൽ വാസ്തവത്തിൽ ആ വലിയ ലെൻസിനുള്ളിൽ കാണുന്ന വലിയ കണ്ണുകളുടെ നോട്ടം കസേരയിൽ തലതാഴ്ത്തിയിരിക്കുന്നവളിലാണ്. അർജുൻ്റെ അച്ഛൻ്റെ കൂടെ മാനേജറായി കൂടിയ മത്തായിയുടെ തനി സ്വഭാവം അറിയുന്ന അർജുൻ അതൊന്നും വിശ്വസിച്ചിട്ടില്ല. "താനിപ്പോൾ എന്തിനെങ്ങോട്ട് വന്നേ?" പ്രായത്തിന് മൂത്തതാണെന്നോ യാതൊരു പരിഗണനയുമില്ലാതെ അർജുൻ വീണ്ടും അയാളോട് അലറി. ഈ ഗർജനം തന്നോടെന്നപ്പോൾ കിലുകിലാ വിറച്ച് ഒരുത്തി അവിടെ നിൽപ്പുണ്ട്. കസേരയിൽ നിന്ന് എഴുന്നേറ്റത് എപ്പോ എന്ന് പോലും ഓർത്തെടുക്കാനാവാതെ നയന ആരെയും നോക്കാതെ നിന്നു. വെപ്രാളത്തിനിടക്ക് "അത് ഞാൻ മറന്നുപോയി സാറേ." തലയിൽ ചുരണ്ടിക്കൊണ്ട് അയാൾ അർജുനെ നോക്കി. "ദെൻ ഗെറ്റ് ലോസ്റ്റ്." അവൻ്റെ ഒരു മറവി മത്തായി പ്ലാൻ. "ഇതാരാ സാറേ?" ഈർഷ്യേറിയ അവൻ്റെ മുഖത്തെ കൂസാതെ അയാൾ ചോദിച്ചു. മത്തായിക്ക് അറിഞ്ഞേ പറ്റുന്നുണ്ടോ? "ഏയ്, കണ്ടപ്പോൾ ചോദിച്ചു എന്നേ ഉള്ളൂ." ഉന്തിയ വയർ ഉള്ളിലേക്ക് വലിച്ചു പിടിച്ചു മത്തായി ഒന്ന് പരുങ്ങി. "ഇവൾ എൻ്റെ അമ്മയുടെ കസിൻ സിസ്റ്ററാണ്." അർജുൻ പറയുന്നത് കേട്ട് ഞെട്ടലോടെ അവൾ തല ഉയർത്തി. "എടോ, താനിവിടെ കണ്ട കാര്യവും അറിഞ്ഞ കാര്യവും മുകളിൽ നിൽക്കണ്ട." അർജുൻ മത്തായിയെ ഓർമ്മിപ്പിച്ചു. മുന്നോട്ട് പോകാൻ ഒരുങ്ങിയ അയാൾ പാവത്താൻ ചമഞ്ഞു തലയാട്ടി വാതിൽ തുറന്നു പോയി. "നയന, ഇതൊന്നും കണ്ടു പേടിക്കണ്ട. നമ്മുടെ കലാപരിപാടി കഴിഞ്ഞിട്ടില്ല." അർജുൻ അവൻ്റെ ഡെസ്കിൻ്റെ ഷെൽഫിൽ നിന്നൊരു പേപ്പർ എടുത്തു അവൾക്ക് നേരെ നീട്ടി. "വായിച്ചു നോക്കിക്കോ, എന്നിട്ട് സൈൻ ചെയ്താൽ മതി." പകപ്പോടെ അവൾ അത് മേടിച്ചു വായിച്ചു. 1 വർഷം അവനോടൊപ്പം കഴിയുന്നതിനുള്ള കോൺട്രാക്റ്റാണത്. അതിൽ അവൾ 10 ലക്ഷം കൈപ്പറ്റിയതായി പറയുന്നുണ്ട്. "സാറ്, ഞാൻ..." അവൾ വായന പാതി നിർത്തി അർജുനെ നോക്കി. അത് പ്രതീക്ഷിച്ചെന്നപ്പോൾ അർജുൻ അവളുടെ അടുത്തേക്ക് വന്നു. "തരാനുള്ള ബാക്കി പൈസയും നയാ പൈസ കുറയാതെ തന്നിരിക്കും. അതെങ്ങനെ വേണമെന്ന് തനിക്ക് തീരുമാനിക്കാം." അവൾ ആകെ ആശങ്കയിലായി. ബാക്കിയുള്ള പണത്തിനും ആവശ്യങ്ങളേറെയുണ്ട്. ഇപ്പോൾ നന്നായി ആലോചിച്ച് ചെയ്തില്ലെങ്കിൽ പിന്നൊരു വരുമാനത്തിനായി നെട്ടോട്ടം ഓടേണ്ടി വരും. തുടരും. എങ്ങനെയുണ്ട്? ഇനി എന്തായിരിക്കും നയനയുടെ അവസ്ഥ? നയന എന്തായാലും പെട്ടു. കാര്യം പാതി പൈസ മേടിച്ച് കഴിഞ്ഞല്ലോ. ഇനി ഒരു 5 ലക്ഷം കൂടിയാണ് ഉള്ളത്. അതും അവൾക്ക് തന്നെ കിട്ടും. അപ്പോൾ പിന്നെ പൂർണ്ണമായി അവൾ അർജുൻ്റേതായി. ഇനി അർജുൻ പറയുന്നതാണ് അവളുടെ ജീവിതം. ഇനി അർജുൻ്റെ കൂടെയാണ് അവളുടെ ജീവിതം. ഇതെല്ലാം അവൾ ചെയ്തത് സ്വന്തം കുടുംബത്തിനും സ്വന്തം അനിയത്തിക്കും വേണ്ടിയാണ്. നയന വളരെ നിസ്സഹായയാണ്. അർജുൻ അത് മുതലെടുക്കുകയും ചെയ്യുന്നുണ്ട്.
ഇനി എന്തൊക്കെ സംഭവിക്കുന്നുള്ളത് അടുത്ത പാർട്ടിൽ പറയാം കേട്ടോ. എല്ലാവരോടും നന്ദി.